ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്ന വാദവും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അയൺ ഡോം എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിങ്ങിലുമാണ്. അയൺ ഡോമിൽ നിന്നുള്ള മിസൈൽ പതിച്ചാണ് കുട്ടികളടക്കമുള്ളവർ മരിച്ചത് എന്ന് പലരും വാദിക്കുന്നുമുണ്ട്. ഇസ്രയേൽ നിയന്ത്രിത ഗൊലാൻ കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 12 ആയിരിക്കുകയാണ്. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മജൽ ഷംസിലെ ഡ്രൂസ് ടൗണിൽ ശനിയാഴ്ച വൈകിട്ടാണ് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഉണ്ടായ ഈ ആക്രമണം. മരിച്ചവരിൽ 5 വിദ്യാർത്ഥികളുമുണ്ടെന്ന പ്രാഥമിക വിദ്യാലയത്തിലെ പ്രിൻസിപ്പളും പറയുകയാണ്. അറബി സംസാരിക്കുന്ന ഡ്രൂസ് മത വംശീയ വിഭാഗത്തിലെ 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗൊലാൻ കുന്നിലെ 4 ഗ്രാമങ്ങളിലാണ് മജൽ ഷംസ്. 1967 സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഈ ഗൊലാൻ കുന്നുകൾ. ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലബനനിലെ ചെബ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. എന്നാൽ ആരോപണം ഹിസ്ബുള്ള നിഷേധിക്കുകയാണ്. തിരിച്ചടിയായി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിലും തെക്കൻ ലബനനിലും ആക്രമണം നടത്തിയതായും ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന് ഹിസ്ബുള്ള ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു. ഹിസ്ബുള്ള എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണ് എന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് പറയുകയാണ്. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ളയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് ഹഫീഫ് വ്യക്തമായി തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. US സന്ദർശനം വെട്ടിക്കുറച്ച് നെതന്യാഹു ഉടൻ ഇസ്രായേൽ തിരിച്ചെത്തുമെന്നും സുരക്ഷ സംബന്ധിച്ച ചർച്ച നടത്താൻ മന്ത്രിസഭാ യോഗം വിളിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകണമെന്നാണ് നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ 9 മാസമായി ഗസയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഹമാസിനേക്കാൾ ശക്തരായ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം എളുപ്പമായിരിക്കില്ല എന്ന് ഉറപ്പാണെങ്കിലും ഹിസ്ബുള്ളയെ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഗൊലാൻ കുന്നുകളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് തന്നെയാണ് US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംശയം. എന്നാൽ ഗൊലാൻ കുന്നുകളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നോ അതോ മിസൈൽ ലക്ഷ്യം തെറ്റി പതിച്ചതാണോ എന്ന് വ്യക്തമല്ല എന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. സാധാരണഗതിയിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ഏറെ നേരം മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങാറുണ്ട്. എന്നാൽ മജദ് അൽ ഷംസിലെ ആക്രമണത്തിന് മുൻപ് കുറഞ്ഞ സമയം മാത്രമാണ് സൈറൻ മുഴങ്ങിയത്. ഇതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. ആക്രമണത്തെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട്. BBC-യുടെ ദി മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് നഫീസ ഖൊർഹാന എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. പല സ്രോതസ്സുകളും പറയുന്നത് അയൺ ഡോമിനുണ്ടായ പിഴവാണെന്നാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ഹിസ്ബുള്ള പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഹിസ്ബുള്ള ഇതുവരെ 6000 മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. തീർച്ചയായും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കുന്നുമുണ്ട്. കൂടാതെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു എന്നും അതിനാൽ തന്നെ ഇത് അയൺ ഡോമിന് സംഭവിച്ച പിഴവാണോ എന്ന് നഫീസ ചോദിക്കുകയുമാണ്. 12 പേരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിന് പിന്നാലെ ലബനന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തുന്നത് ഒരു യുദ്ധം തുടങ്ങാൻ തന്നെയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.